പന്ന്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നേന്ത്രവാഴ കർഷകർക്കുള്ള ധനസഹായ വിതരണവും സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്കുള്ള ധനസഹായ വിതരണവും നടത്തി. KP മോഹനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പന്ന്യന്നൂർ അരിയാക്കൊൽ UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ KP മോഹനൻ MLA ധനസഹായ വിതരണം നിർവഹിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞു, കർഷകന് വേണ്ടിയാണ് സഹകരണ സ്ഥാപനങ്ങളുണ്ടായത്. പിന്നീട് കർഷകരുടെ പുരോഗതിക്ക് വേണ്ടി സഹകരണ സ്ഥാപനങ്ങളുണ്ട്. സഹകരണ സ്ഥാപനങ്ങളിൽ ലോൺ എടുത്തിട്ടാണ് പല കർഷകരും കൃഷിയുമായി ബന്ധപ്പെട്ട വലിയ സ്ഥാപനങ്ങളും അതുപോലെ കൃഷിയുമായി മുന്നോട്ട് പോകുന്നു. ഇതുവരെയായിട്ട് വലിയ മാറ്റങ്ങൾ പഴയ കാലത്തെ സഹകരണ നിയമത്തിൽ മാറ്റം വരുത്തിയതാണ്. 1969 ഏപ്രിൽ 19 സഹകരണ നിയമം ഈ കേരളത്തിൽ പാസാക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് കേരളത്തിൽ ഞാനുണ്ടായിരുന്നു. ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. സഹകരണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ഏറ്റവും വലിയൊരു ലക്ഷ്യമായി. ആ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിവിധ ഉദ്ദേശങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങളുണ്ട്. പന്ന്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് N. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. K. ജയരാജൻ, VM ബാബു, KP ഭാർഗവൻ, KC ബിനിഷ, VP ശശീന്ദ്രൻ, സന്തോഷ് ഒടക്കാത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്ക് ആശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായവും വിതരണം ചെയ്തു. പന്ന്യന്നൂർ പഞ്ചായത്തിലെ മികച്ച വാഴ കർഷകനായ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശശിധരനെ ആദരിച്ചു.